ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെമ്പർഷിപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് മെമ്പർഷിപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം അപ്രൂവൽ എല്ലാം ലഭിച്ചതിന് ശേഷം അതിൽ ബാഡ്ജസ് അതുപോലെ ഇമോജീസ് എല്ലാം എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏൺ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മെമ്പർഷിപ്പ് എന്നതിന് താഴെ ഫിനിഷ് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ അപ്രൂവ് ആയിട്ടുണ്ട്, അതായത് 25% ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കസ്റ്റമൈസ് ഡിഫോൾട്ട് പേർക്സ് എന്നത്. അതായത് നമ്മുടെ മെമ്പർ ആയവർക്ക് നമ്മൾ നൽകുന്ന പേർക്സ്, ഇമോജീസ് അതുപോലെ ബാഡ്ജസ് ഇവ ഏതെല്ലാം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായി ഇവിടെ സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാഡ്ജസ് എന്നതിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ യൂസ് ജനറിക് യൂട്യൂബ് ബാഡ്ജസ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ഡിഫോൾട്ടായി യൂട്യൂബ് തന്നിരിക്കുന്ന ബാഡ്ജസ് ആണിവ. ഇതിൽ നമുക്ക് ന്യൂ മെമ്പർക്ക് ഈ ഒരു ബാഡ്ജാണ് നൽകുക. അതുപോലെ 1 മാസം കഴിഞ്ഞ മെമ്പർ ആണെങ്കിൽ ഈ ഒരു കളറിലുള്ള ബാഡ്ജാണ് ലഭിക്കുക. ഇതുപോലെ 2 മാസമാകുമ്പോൾ ഈ ഒരു കളറിലേക്ക് ഈ ബാഡ്ജ് മാറും. അതുപോലെ 48 മാസമെല്ലാം കഴിഞ്ഞ ഒരാളാണെങ്കിൽ അവർക്ക് ഈ ഒരു ബാഡ്ജാണ് ലഭിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ബാഡ്ജിൻ്റെ കളർ ചേഞ്ച് ചെയ്തുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം ബാഡ്ജസ് ആയി. ഇനി അല്ല, നമുക്ക് നമ്മുടെ ബാഡ്ജസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് മൈ ഓൺ എന്നതിലാണ് പോകേണ്ടത്. ഇവിടെ നമുക്ക് ഓരോ മെമ്പർക്കും വേണ്ട ബാഡ്ജസ് ഇമേജ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജിഫ്, PNG അതുപോലെ JPG. അതുപോലെ മിനിമം സൈസ് എന്ന് പറയുന്നത് 32x32 പിക്സൽസ് ആണ്. അപ്ലോഡ് സൈസ് 1 MBക്ക് താഴെയാണ് അപ്ലോഡ് സൈസ് വരേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇമേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കസ്റ്റമൈസ്ഡ് സെറ്റിംഗ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാൻ കുറച്ച് ബാഡ്ജസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഓരോ സ്റ്റേജിനനുസരിച്ച് ജസ്റ്റ് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5. ആദ്യം ഞാൻ 1 എന്നത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രിവ്യൂവിൽ ഒരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഇനി സെലക്ട് ഇമേജ് എന്ന് വീണ്ടും സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതുപോലെ നമുക്ക് ഈ താഴത്തേക്കുള്ള എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ ഞാൻ എൻ്റെ ബാഡ്ജ് ഇപ്പോൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇമോജി എന്ന ഓപ്ഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇമോജി സെലക്ട് ചെയ്യണം. ഇമോജി സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് ജിഫ്, PNG, JPG എല്ലാം സപ്പോർട്ട് ചെയ്യും. മിനിമം സൈസ് നേരത്തെ പറഞ്ഞതുപോലെ 32x32 പിക്സൽസ് ആണ്. അതുപോലെ അപ്ലോഡ് സൈസ് 1 MBയിൽ കുറവും ആസ്പെക്ട് റേഷ്യോ 1:1 എന്നതുമായിരിക്കണം. ഇത്തരത്തിൽ നമ്മൾ ഇമേജസ് എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമേജസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നുമില്ലാത്ത ഇമേജ് ആണെങ്കിൽ അതെല്ലാം യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പല ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. പിക്സാർട്ട് അതുപോലെ ക്യാൻവ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്തും നിങ്ങൾക്ക് ഇതുപോലെ ഇമോജീസ് അതുപോലെ ബാഡ്ജസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ ഇത്തരത്തിൽ ഇമേജ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഇമോജി അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിനായി ആദ്യത്തെ ഓപ്ഷനിൽ ഞാൻ സെലക്ട് ഇമേജ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ഇമോജീസ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. 4 ഇമോജീസ് ആണ് നമുക്കിവിടെ ഓപ്ഷൻ ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ഇത് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇമോജീസിന് ഓരോ പേര് കൂടി കൊടുക്കണം. അതുപോലെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ മെമ്പേഴ്സിനെ എല്ലാം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഇമോജീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് എ യുണീക്ക് ഫാമിലി നെയിം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇവിടെ കുറച്ച് ഉദാഹരണം എല്ലാം തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഫാമിലി നെയിം എല്ലാം സെലക്ട് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ഫാമിലി നെയിം നമുക്കിവിടെ കൊടുക്കാം. ഇത്തരത്തിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഓപ്ഷണൽ ഫീച്ചേഴ്സ് എല്ലാമാണ്. റെക്കഗ്നിഷൻ ഓൺ യുവർ ചാനൽ പേജ്, റെക്കഗ്നിഷൻ വിത്തിൻ യുവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ, മെമ്പർ മൈൽസ്റ്റോൺ ചാറ്റ്സ്,
അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിംഗ്സ് വേണമെങ്കിൽ ചേഞ്ചസ് എല്ലാം വരുത്താം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് സേവ് എന്ന് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ഡൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ഇപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അനൗൺസ് യുവർ മെമ്പർഷിപ്പ് എന്നതാണ്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഐഡിയാസ് എല്ലാം തന്നിട്ടുണ്ട്. അനൗൺസ് യുവർ മെമ്പർഷിപ്പ് വിത്ത് എ വീഡിയോ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പിന്റെ അനൗൺസ്മെന്റ് ചെയ്യാം. അതുപോലെ മെൻഷൻ മെമ്പർഷിപ്പ് ഇൻ യുവർ വീഡിയോ ഓർ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പിന്റെ ഡീറ്റെയിൽ എല്ലാം മെൻഷൻ ചെയ്യാം. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ കാണാം 75% നമ്മുടെ സെറ്റിംഗ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു സെറ്റിംഗ് കൂടിയാണ് ഇവിടെ പെൻഡിങ് ഉള്ളത്. പോസ്റ്റ് ടു വെൽക്കം ന്യൂ മെമ്പേഴ്സ്, ക്രിയേറ്റ് സം മെമ്പേഴ്സ് ഓൺലി പോസ്റ്റ്, ഗിവ് എ വാം വെൽക്കം ടു യുവർ ബിഗ്ഗസ്റ്റ് ഫാൻസ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ക്രിയേറ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾ ചാനൽ മെമ്പേഴ്സ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പബ്ലിക് എന്നാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കും. എന്നാൽ ഓൾ ചാനൽ മെമ്പേഴ്സ് എന്ന് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മെമ്പർ ആരാണോ അവർക്ക് മാത്രമാണ് നമ്മുടെ പോസ്റ്റ് കാണാൻ സാധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വെൽക്കം ഫ്രണ്ട്സ് എന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് പോസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ടിക്ക് മാർക്ക് വന്ന് യു ഹാവ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് യുവർ മെമ്പേഴ്സ് ഓൺലി പോസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഡൺ എന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 100% എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ടേൺ ഓൺ എന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ടേൺ ഓൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് കാണാം യുവർ ചാനൽ ഈസ് നൗ ഓഫറിംഗ് ചാനൽ മെമ്പർഷിപ്പ്. ഇത്തരത്തിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏൺ എന്നതിൽ പോയി ഇപ്പോൾ ഒരു ടാബ് കൂടി വന്നിരിക്കുന്നത് കാണാം മെമ്പർഷിപ്പ്. അതിനാൽ തന്നെ മെമ്പർഷിപ്പിൽ നിന്നും വരുന്ന റവന്യൂ ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഈ ഒരു പേജിൽ വന്നാൽ കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്